ഹേ എവരിവൺ, മൂന്നാർ ഞങ്ങൾ താമസിച്ച റിസോർട്ടിലെ ഒരു കോസി മോർണിംഗ് വ്യൂ ആണ് കേട്ടോ അത്. പ്രത്യേകിച്ച് ഒരു പ്ലാനും ചെയ്യാതെ ഒറ്റ മൈൻഡിൽ നിങ്ങൾ മൂന്നാർ പോയിട്ടുണ്ടോ? നല്ല രസമാണ്. എൻ്റെ വീട്ടിൽ വൈകുന്നേരം വെറുതെ ചായ കുടിച്ചുകൊണ്ടിരുന്നിരുന്ന കിട്ടിയോൻ്റെ പെട്ടെന്നൊരു ഉൾവിളി ചെന്നെത്തി നിന്നത് പിന്നെ രാത്രി 12 മണിക്ക് മൂന്നാറിലെ ഒരു റിസോർട്ടിലാണ്. എപ്പോഴത്തെയും പോലെ എനിക്കിടാൻ ഡ്രസ്സൊന്നുമില്ല, ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞിരുന്ന സമയത്ത് നമുക്കൊരു ജീൻസ് എന്നും പറഞ്ഞ് എന്നെ ഏതെങ്കിലും കാറിലെടുത്തിട്ട് പെട്ടെന്ന് പോയൊരു യാത്ര. ആദ്യമായിട്ടാണ് ഗൂഗിൾ മാപ്പ് ഒന്നും ഇടാതെ മൂന്നാറിലെ റോഡുകളിലൂടെ ഇങ്ങനെ എല്ലാം ആസ്വദിച്ച് ഇങ്ങനെ പോകുന്നത് കേട്ടോ. മൈൻഡൊക്കെ ഭയങ്കര റിലാക്സ്ഡ് ആയിട്ടുള്ള ഒരു ജേണി ആയിരുന്നു. കുറച്ച് നേരം ഈ കുരിശിൽ തൊട്ട് നമ്മുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവിടെ നിന്ന് പിന്നെ യാത്ര തുടർന്നപ്പോഴും ഇനി ഏത് വ്യൂ പോയിന്റിലാണ് പോണേന്നൊന്നും ഒരു ആലോചന പോലും ഇല്ലായിരുന്നു. അപ്പോഴാണ് വഴിയിൽ ചായ കുടിക്കാൻ കയറിയപ്പോൾ അവിടുത്തെ കടയിലെ ചേട്ടൻ ലക്ഷ്മി എസ്റ്റേറ്റ് റോഡ് ഒന്ന് ട്രൈ ചെയ്യാൻ പറഞ്ഞത്. ലക്ഷ്മി എന്നും പറയുന്നുണ്ട് കേട്ടോ. എന്നാൽ പിന്നെ അങ്ങോട്ടേന്ന് പറഞ്ഞ് ഞങ്ങൾ പിന്നെ യാത്ര തുടർന്നപ്പോൾ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഏറ്റവും മനോഹരമായൊരു വഴിയിലൂടെ ലൈഫിൽ എന്നും ഓർത്തിരിക്കുന്ന കുറച്ച് മണിക്കൂറുകളായി ആ യാത്ര മാറുമെന്ന്. മൂന്നാർ ടൗണിലെ തിരക്കുകളിൽ നിന്നും മാറി ഉൾവഴികളിലൂടെ ശരിക്കും പാരഡൈസ് ഓൺ എർത്ത് എന്ന് മൂന്നാറിനെ തോന്നിപ്പിക്കും വിധം ജേണി തന്നെ ഡെസ്റ്റിനേഷൻ ആകുന്ന വല്ലാത്തൊരു ഫീൽ ഗുഡ് ട്രാവൽ സ്പോട്ട്. ഈ മിനി വ്ളോഗിൽ സത്യം പറഞ്ഞ് ഞങ്ങൾ കണ്ട എല്ലാ മനോഹരമായ കാഴ്ചകളൊന്നും ഉൾപ്പെടുത്തിയിട്ടില്ല കേട്ടോ. ഫോണും ക്യാമറയും ഒക്കെ എടുക്കാൻ പോലും തോന്നിപ്പിക്കാതെ അത്രയ്ക്ക് ആസ്വദിക്കുകയായിരുന്നു കേട്ടോ ഞങ്ങൾ ഈ യാത്ര. കൂട്ടത്തിൽ നല്ല മഴക്കാരും ചെറിയ ഇടിവെട്ടും കൺകുളിരെ പച്ചപ്പും അവിടുത്തെ നല്ല തണുത്ത കാലാവസ്ഥയും കാറ്റൊക്കെ ആയപ്പോൾ ഏതെങ്കൂട്ടം പെട്ടെന്ന് ഉറങ്ങിപ്പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ട്രാവൽ ചെയ്ത കുറച്ച് ക്ഷീണം കൂടി ഉണ്ടായിരുന്നു ആൾക്ക്. കാറ് നിർത്തി കാഴ്ചകളൊക്കെ കണ്ട് എത്ര നേരം അവിടെ സ്പെൻഡ് ചെയ്തു എന്ന് സത്യം പറഞ്ഞ് എനിക്കും എൻജോയ് ചേട്ടനും വലിയ ഐഡിയ ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോഴേക്കും ചെറിയ ചാറ്റൽ മഴ പെയ്തു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ വൈകാതെ തന്നെ അത് നല്ല മഴയായിട്ട് മാറിയിട്ടോ. ഈ വഴിയിലൊന്നും അധികം വണ്ടികളുടെ തിരക്കും ഉണ്ടായിരുന്നില്ല കേട്ടോ. ശരിക്കും ബ്രീത്ത് ടേക്കിംഗ് ജേണി ആയിരുന്നു. റോളിംഗ് ഹിൽസ്, ടീ ഗാർഡൻസ് ആൻഡ് മിസ്റ്റി മൗണ്ടെയിൻസ് മെയ്ഡ് ദ ജേണി അൺഫർഗറ്റബിൾ. Estate surroundings are teemed with life, from the chirping birds to the gentle rustle of leaves, creating a symphony of sounds that soothe the soul. വണ്ടി ഓടിച്ച് ക്ഷീണിച്ചോന്ന് എൻജോ ചേട്ടനോട് ചോദിച്ചപ്പോൾ ഇത്രയും അടിപൊളി വഴിയല്ലേ, ക്ഷീണം ഒന്നും തോന്നുന്നില്ല എന്നാട്ടോ എൻജോ ചേട്ടനും മറുപടി പറഞ്ഞ്. ഏതെങ്കൂട്ടനും ഫുൾ ഉഷാറായിരുന്നു കേട്ടോ. വലിയ ബുദ്ധിമുട്ടുകളൊന്നും അവന് ഉണ്ടാക്കിയില്ല കേട്ടോ. ലോങ് ജേണിയൊക്കെ അവനിങ്ങനെ ഞങ്ങൾ തന്നെ കൊണ്ടുപോകുന്നത് ആദ്യമായിട്ടാണ്. പക്ഷെ വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ അവന് നല്ല രീതിയിൽ എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ മഴ ഭയങ്കരമായിട്ട് ശക്തി പ്രാപിച്ചു കേട്ടോ. മൂന്നാറിലെ റോഡ് പണികൾ കൂടി നടക്കുന്നതിനാൽ ഞങ്ങൾ വളരെ ശ്രദ്ധിച്ചും പതുക്കെയൊക്കെയാണ് പിന്നെ യാത്ര തിരിച്ചത്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ കണ്ട എല്ലാ മനോഹരമായിട്ടുള്ള കാഴ്ചകളും ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വ്ളോഗൊന്നും അല്ല ഇത്. കാരണം ഞങ്ങൾ തന്നെ നല്ല രീതിയിൽ ആസ്വദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഗാഡ്ജറ്റ്സ് ഒക്കെ മാറ്റി വെച്ചിട്ട്. അപ്പോൾ ഇനി മൂന്നാറിൽ പോകുമ്പോൾ ഞങ്ങൾ ഈ പോയ വഴികളിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം.